പിന്നെ പെട്ടെന്ന് തന്നെ സാരിയിലുള്ള പിന്നൊക്കെ അഴിച്ചു കൊടുത്ത് ശിവ പുറത്തേക്ക് പോയി. നച്ചു വേറൊരു ഡ്രസ്സ് എടുത്ത് കുളിച്ചു വന്ന് കിടന്നു. ശിവയും വേഗം ജസ്റ്റ് ഒന്ന് ഫ്രഷായി അവളുടെ കൂടെ കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ രണ്ടാളും ഉറങ്ങി. എന്റെ അപ്പു, നീ എന്താ ചെയ്യുന്നേ? അജുവേട്ടൻ കാണുന്നില്ലേ? ഈ മാലയൊക്കെ അഴിക്കാൻ നോക്കുക. എല്ലാം കൂടി ഇട്ടിട്ട് എനിക്ക് ചൊറിയുന്ന പോലെയൊക്കെ ഉണ്ട്. എന്തായാലും അജുവേട്ടൻ വെറുതെ നിൽക്കുമല്ലേ, എല്ലാം ഒന്ന് അഴിച്ചതാ. അങ്ങനെ അജു തന്നെ ആഭരണങ്ങളും സാരിയിലെ പിന്നും ഒക്കെ അഴിച്ചു കൊടുത്തു. ഡി, നീ എന്നെ കൊണ്ട് എന്തിനും ചെയ്യിച്ച് അടങ്ങും എന്നാണോ? എനിക്ക് പിന്നെ ഈ സാരിയൊക്കെ ബാത്റൂമിൽ പോയി അഴിക്കാൻ പറ്റുമോ? എന്നാൽ ഞാനൊരു മനുഷ്യനല്ലേടി. സ്വന്തം ഭാര്യ ഇങ്ങനെയൊക്കെ കണ്ട ആർക്കായാലും എന്തെങ്കിലും തോന്നും. ഇപ്പൊ ഒന്നും തോന്നിയിട്ട് കാര്യമില്ല. ഞാൻ കുളിച്ചു വന്നിട്ട് കുറച്ചു നേരെങ്കിലും കിടക്കട്ടെ. അല്ലെ രാത്രി റിസപ്ഷനിൽ ഞാൻ അവിടെ കിടന്നുറങ്ങാം. എങ്കിൽ ഞാനും കുറച്ചു നേരം കിടക്കാം. അനങ്ങാതെ കിടക്കാം. എങ്കിൽ മാത്രം എന്റെ കൂടെ കിടക്കാം. ഓ, എനിക്ക് അതിനൊക്കെയുള്ള കൺട്രോൾ ഉണ്ട് മോളെ. എല്ലാവരും കുറച്ചു നേരം കിടന്നിട്ടൊക്കെ എഴുന്നേറ്റ് ചായ കുടിച്ചു. എന്റെ ദേവേട്ടാ, ഒരു കല്യാണം കഴിക്കാൻ ഇത്രയും കഷ്ടപ്പാടൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വല്ല രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതിയായിരുന്നു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 6 മണിയൊക്കെ ആയപ്പോ റെഡിയാക്കാൻ ആൾ വന്നു. പെട്ടെന്ന് തന്നെ റെഡിയായി എല്ലാവരും കൂടി കൺവെൻഷൻ സെന്ററിലേക്ക് പുറപ്പെട്ടു. താലികെട്ടിന് അധികവും ബന്ധുക്കളായിരുന്നു. എന്നാൽ ഇവിടെയെല്ലാം ബിസിനസ്സുകാരും അവരുടെ ഫാമിലിയുമാണ്. അപ്പൂന് പോലും ആരെയും അറിയില്ല. വരുന്നവരോടൊക്കെ നന്നായി ഒന്ന് ചിരിച്ചു കൊടുക്കുക, അതാണ് ഞങ്ങളുടെ ജോലി. ദേവേട്ട എല്ലാവരോടും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് ഫോട്ടോസ് എടുത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകുന്നത് കൊണ്ട് സമാധാനമുണ്ട്. ഫൈനലി ഞങ്ങളെ കൊണ്ട് ഒരു കപ്പിൾ ഡാൻസും കളിപ്പിച്ചു. അമ്മയും പപ്പയും ഞങ്ങളുടെ വീട്ടിലേക്കും അജുവും ഫാമിലിയും ഒക്കെ അവരുടെ വീട്ടിലേക്കും പോയി. ഞങ്ങളെല്ലാം തറവാട്ടിലേക്കും വന്നു. ഇവിടെ എത്തിയത് മാത്രം ഓർമ്മയുണ്ട്. ഡ്രസ്സ് പോലും മാറാതെ കട്ടിലേക്ക് കിടന്നു. നച്ചു, നീ ഇങ്ങനെയാണോ കിടക്കുന്നത്? എനിക്ക് വയ്യ ദേവേട്ട, തലയൊക്കെ നല്ലോണം വേദനിക്കുന്നുണ്ട്. എങ്കിൽ കിടന്നു. ജസ്റ്റ് ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ നിനക്ക് നല്ലപോലെ കിടക്കാൻ പോലും പറ്റില്ല. പെട്ടെന്ന് എണീറ്റ് പോയി ഒരു ഷോർട്സും ബനിയനും എടുത്തിട്ട് വന്ന് കിടന്നു. പാവം, നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു. മെല്ലെ അവളുടെ മുടിയിലുള്ള ക്ലിപ്സും മറ്റും അഴിച്ചു മാറ്റി. അമ്മയോട് തങ്ങൾ കിടന്നു, ഇനി വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. മോളെ അപ്പു, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വായോ, അമ്മ ഹെൽപ്പ് ചെയ്യണോ? വേണ്ടമ്മ, അജുവിനോട് ഞാൻ എന്തേലും വേണേ പറഞ്ഞോളാം. അമ്മയും കിടന്നു, നല്ല ക്ഷീണം കാണാം. അപ്പൊ പാലൊന്നും വേണ്ടേ? അതൊന്നും വേണ്ടമ്മ, നാളെ വേണമെങ്കിൽ ഞാൻ ചോദിച്ചു വാങ്ങി കുടിച്ചോളാം. ഇന്ന് നല്ലോണം ഫുഡ് കഴിച്ചല്ലോ. അപ്പു പോയി കഴിഞ്ഞിട്ടും സീത അവൾ പറഞ്ഞിട്ട് പോയത് ആലോചിച്ച് കുറച്ചു നേരം അവിടെ നിന്ന് പോയി. അജുവേട്ടൻ ഡ്രസ്സൊക്കെ മാറിയോ? എങ്കിൽ ഞാൻ വേഗം മാറിയിട്ട് വരാമേ. വേഗം ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ട് വന്നു. അപ്പവും കിടന്നു. അജുവേട്ടാ, അമ്മ എന്നോട് പാൽ വേണോന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് വിശപ്പില്ലാത്തോണ്ട് വേണ്ടെന്ന് പറഞ്ഞു. എന്റെ അപ്പൂ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, അതാവോ അമ്മ അങ്ങനെ ചോദിച്ചത്? ആണല്ലേ, ഞാൻ അതൊന്നും ഓർത്തില്ല. അല്ലേലും ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ ഒന്നും പോണില്ലല്ലോ, പിന്നെന്താ? രാവിലെ 8 മണി ആയപ്പോഴാണ് നച്ചു കണ്ണു തുറന്നത്. അയ്യോ, എന്താ ഇത്ര വെളിച്ചം? സമയം കുറെ ആയോ? ആ, അല്ലേലും നേരത്തെ എണീറ്റിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ. ദേവേട്ട ഇത് എവിടെ പോയി? ഗുഡ് മോർണിംഗ് നച്ചു, എന്താ ആലോചിക്കുന്നത്? ഗുഡ് മോർണിംഗ് ദേവേട്ട, ഞാൻ ദേവേട്ട എവിടെ പോയെന്ന് ആലോചിച്ചതാ. ഞാൻ പോയി ചായ ഒക്കെ കുടിച്ചു. ഇതാ നിനക്കുള്ള ചായ അമ്മ തന്നതാ. താങ്ക് യു. ഞാൻ പല്ലൊന്നും തേച്ചിട്ടില്ല. കുളിക്കണോ രാവിലെ തന്നെ? ഇന്നലെ രാത്രി നീ കുളിച്ചില്ലല്ലോ. മുടിയൊക്കെ മൊത്തം അവര് സെറ്റ് ചെയ്തതിന്റെ ഹെയർ സ്പ്രേ ഒക്കെ കാണും. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ നല്ലതല്ലേ? എങ്കിൽ ഞാൻ പോയി വൃത്തി കുളിച്ചിട്ട് വരാം. വേഗം ഒരു ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. കുറച്ചധികം സമയം എടുത്ത് നല്ല രീതിയിൽ കുളിച്ചിട്ടാണ് പിന്നെ വന്നത്. നമുക്കൊന്ന് കാവി പോയി തൊഴുത് വന്നാലോ ദേവേട്ടാ? എങ്കിൽ നീ റെഡിയാവും. അജുവിനെയും അപ്പുനെയും വിളിക്കാം. വേഗം ഒരു സ്കർട്ടും ടോപ്പും എടുത്തിട്ടു. അപ്പോഴേക്ക് ദേവേട്ട അജുവിനെയും വിളിച്ചു വരാൻ പറഞ്ഞു. ആന്റി, ഞങ്ങളൊന്ന് കാവി പോയി വരാം. രണ്ടാളും അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. നാഗങ്ങളെ, നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് കൂടിയാണ് എനിക്ക് എന്റെ ദേവേട്ടന്റെ കൂടെയുള്ള ഒരു ജീവിതം കിട്ടിയത്. ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണേ. കുഞ്ഞു നാഗവും അവളുടെ വരവറിഞ്ഞെന്നോണം അവരുടെ മുന്നിൽ വന്നു. നച്ചുവിനെ ഒരിക്കലും ഞാൻ കാരണം ഒരു വിഷമവും ഉണ്ടാകാതെ നോക്കാൻ നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണേ. രണ്ടാളും പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്നു. അപ്പോഴേക്കും അജുവും അപ്പവും വന്നു. വേഗം പ്രാർത്ഥിച്ചിട്ട് തറവാട്ടിലേക്ക് വാ. അയ്യോ ചേച്ചി, നിങ്ങൾ പോവല്ലേ? നിങ്ങൾ പോയ കുഞ്ഞു നാഗ ഇപ്പൊ പോവും. ഞങ്ങളെ കൂടി അനുഗ്രഹിക്കാൻ ഒന്ന് പ്രാർത്ഥിക്കേ. എന്റെ അജുവിന് അപ്പോഴും എല്ലാ ജന്മത്തിലും ഇതുപോലെ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾ അനുഗ്രഹിക്കണേ നാഗങ്ങളെ. നിങ്ങളും കൂടി തറവാട്ടിലേക്ക് വന്നു. ഇനി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. വീട് 3 എണ്ണം ഉണ്ടെങ്കിലും എല്ലാവരും മിക്കപ്പോഴും തറവാട്ടിൽ തന്നെ ആയിരിക്കും. അജുവിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഇവിടുത്തെ മുത്തശ്ശനെ മുത്തശ്ശിയെ ഒരു ദിവസം പോലും ഇപ്പൊ കാണാതിരിക്കാൻ വയ്യുന്ന അവസ്ഥയാണ്. എല്ലാവരും കൂടി ഇരുന്ന് സംസാരമാണ്. ദേവേട്ട, നമുക്കൊന്ന് പുറത്തൊക്കെ പോയാലോ എല്ലാവർക്കും കൂടി? മുത്തശ്ശനൊന്നും എവിടെയും പോകാറില്ലല്ലോ ഇപ്പൊ കുറെ ആയിട്ട്. എങ്കിൽ പോവാ. എല്ലാവരോടും ഭക്ഷണം കഴിച്ച് റെഡിയാകാൻ പറയാം. എല്ലാരും നിർബന്ധിച്ചപ്പോ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും വരാമെന്ന് സമ്മതിച്ചു. നേരെ പോയത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. കല്യാണം കഴിഞ്ഞ് ആദ്യമായി പോകുന്നത് അമ്പലത്തിലേക്കാവട്ടെ എന്ന് മുത്തശ്ശി പറഞ്ഞു. അവിടെ പോയി നന്നായി പ്രാർത്ഥിച്ചു. കുറച്ചുനേരം മാളിലൊക്കെ കറങ്ങി ഉച്ചയ്ക്കൊരു ഹോട്ടലിൽ കയറി ഊണൊക്കെ കഴിച്ചു. മാജിക് പ്ലാനറ്റ് തീം പാർക്കിൽ പോയി.
വെയിൽ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം ബീച്ചിൽ പോയി കടൽ വെള്ളത്തിലൊക്കെ കളിച്ച് രാത്രി ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത്. വീട്ടിലെത്തി ഫ്രഷായി എല്ലാരും കിടന്നു. നീ നച്ചു, നീ ഉറങ്ങിയോ? ഇല്ലല്ലോ ദേവേട്ട. എന്തേ? ഒന്നുമില്ല, ഇന്നലെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു. മോൾക്ക് ഓർമ്മയുണ്ടാവോ? ഇപ്പൊ ഓർമ്മയുണ്ട്, പക്ഷെ ഇന്നലെ എനിക്ക് ബോധം പോലും ഇല്ലാത്ത അവസ്ഥയായിപ്പോയി. അപ്പൊ എങ്ങനാ, വല്ലത് നടക്കോ? നടത്തണമെന്നൊക്കെ എനിക്കുണ്ട്, ഒട്ടൊരു ഫീല് കിട്ടുന്നില്ല. എന്ത് ഫീൽ? അല്ല, മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ വൈഫിന് സർപ്രൈസായി റോസും ക്യാൻഡിൽസും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തതൊക്കെ? ഇപ്പൊ ഞാൻ അതിനൊക്കെ എവിടെ പോവാൻ? നീ എനിക്കിട്ട് മനഃപൂർവ്വം പണി തരുന്നതാണല്ലേ. പിന്നെ ഇതിലൊക്കെ ആരെങ്കിലും പണി തരും? എനിക്കുണ്ട് ദേവേട്ടനെ പോലെ ആഗ്രഹങ്ങളൊക്കെ. എന്റെ ഭാര്യ ആദ്യമായിട്ട് ഒരു ആഗ്രഹം പറഞ്ഞല്ലേ, നടത്തിയേക്കാം. സോ ഇനി നമ്മൾ രണ്ടാളും ഒരുപാട് ആഗ്രഹിച്ച് നീ പറഞ്ഞ പോലെ നല്ല റൊമാൻറ്റിക് സീനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് മതി നമ്മുടെ ഫസ്റ്റ് നൈറ്റ്. ഇപ്പൊ നമുക്ക് തൽക്കാലം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാം. അതേസമയം കിടന്നു കഴിഞ്ഞ അപ്പു പെട്ടെന്ന് ചാടി എണീറ്റു. ഞാൻ ഇപ്പൊ വരാം അജുവേട്ടാ. നീ എവിടേക്കാ ഈ രാത്രി പോകുന്നത്? എല്ലാരും കിടന്നു കാണും. അയ്യോ, അമ്മ ഉറങ്ങി കാണുമോ? ഞാൻ പാൽ ചോദിക്കാൻ മറന്നുപോയി. നീ എന്നെ നാണം കെടുത്താനുള്ള ഉദ്ദേശം തന്നെയാണല്ലേ. പിന്നെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കണമെങ്കിൽ പാൽ നിർബന്ധമാണ്. എനിക്ക് ഫസ്റ്റ് നൈറ്റ് വേണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. എനിക്ക് വേണം അജുവേട്ടാ. എന്റെ അപ്പു, ഇതൊക്കെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കേണ്ട സംഭവമാണോ? നമുക്ക് എപ്പോ തോന്നുന്നു അപ്പോ മതി. പക്ഷെ ഇടയ്ക്കൊരു കിസ്സൊക്കെ തരാം കേട്ടോ. അതൊക്കെ എത്ര വേണേലും ഞാൻ തരില്ലേ. നെറ്റിയിലും കവളിലും ഒക്കെ അപ്പു അജുവിന് കിസ് ചെയ്തു. ഇനി അജുവേട്ട എനിക്ക് തന്നോ. ഞാൻ നിന്റെ കുഞ്ഞാവ് വല്ലതും ആണോടി ഇങ്ങനെയൊക്കെ കിസ് തരാൻ? അജു കിടന്നിടത്തുനിന്ന് എഴുന്നേറ്റ് അപ്പുവിന്റെ മുകളിലെ കൈകൾ കുത്തി നിന്നു. മെല്ലെ മുഖങ്ങൾ തമ്മിൽ അടുത്തു വന്നു. അപ്പുവിന്റെ മൂക്കിൽ തന്റെ മൂക്കുകൊണ്ട് ഉരസി. മെല്ലെ അവളുടെ ചുണ്ടുകളെ സ്വന്താക്കി. മെല്ലെ മെല്ലെ രണ്ടാളും ആ ചുംബനം ആസ്വദിച്ചു തുടങ്ങി. അപ്പു തന്റെ കൈകൾ കൊണ്ട് അജുവിന്റെ മുടികളിൽ കൂടി വിരൽ കടത്തി കോർത്തു വലിച്ചു. രണ്ടുപേരും തളർന്നു തുടങ്ങിയപ്പോ അജു മെല്ലെ അവളുടെ മേലിൽ നിന്ന് എഴുന്നേറ്റ് മാറിക്കിടന്നു അവളെ ചേർത്ത് പിടിച്ചു. ഇപ്പൊ ഞാൻ ശ്വാസം മുട്ടി ചത്തേനെ. പിന്നെ ഒരു കിസ് ചെയ്തിട്ട് ആരെങ്കിലും അങ്ങനെ ശ്വാസം മുട്ടി മരിക്കുമെങ്കിൽ ഈ ലോകത്ത് പകുതി ആൾക്കാർ ഇപ്പൊ തന്നെ മരിച്ചു പോയിട്ടുണ്ടാകും. നിനക്ക് പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ്. സാരല്ല, ഞാൻ ശരിയാക്കി എടുത്തോളാം. അപ്പൊ അജുവേട്ട എവിടെന്നാ പ്രാക്ടീസ് ചെയ്തത്? പിന്നെ എനിക്കിതായിരുന്നല്ലോ കോളേജിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നത്. ഞാൻ ചുമ്മാ പറഞ്ഞാണ്. കിടന്നുറങ്ങാൻ നോക്ക്, ഇനി അതും ആലോചിച്ച് നിൽക്കാതെ. പിറ്റേന്ന് മുതൽ ശിവ ഓഫീസിൽ പോയി തുടങ്ങി. അജുവും നച്ചുവും അപ്പവും വീണ്ടും പണിയൊന്നും ഇല്ലാതെ കറങ്ങി നടക്കൽ തുടങ്ങി. വെറുതെ വീട്ടിൽ ഇരിക്കാൻ വയ്യ എന്നും പറഞ്ഞ് മൂന്നാളും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഏതെങ്കിലും മാളിൽ പോയി ആൾക്കാരെ വായി നോക്കി ഷോപ്പിൽ കയറി ഉറങ്ങി സമയം കളയും. വൈകുന്നേരം ശിവയൊക്കെ വരുമ്പോഴേക്കും വീട്ടിൽ കയറും. ഇത് തന്നെ സ്ഥിരം പണിയായതോടെ ശിവ എല്ലാത്തിനെയും ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെറിയ ചെറിയ പണിയൊക്കെ എടുപ്പിക്കലാണ് ഉദ്ദേശം. എന്നാൽ തന്നെ കൊണ്ട് പോലും മൂന്നും കൂടി പണിയെടുക്കാൻ സമ്മതിക്കില്ല എന്ന് 2 ദിവസം കൊണ്ട് തന്നെ അവന് മനസ്സിലായി. ഹോസ്പിറ്റലിന്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ഫോർമാലിറ്റീസ് കൂടി കഴിഞ്ഞ ഇനാഗുറേഷൻ ആണ്. നച്ചുവിനും അജുവിന് അത് കഴിഞ്ഞ പിന്നെ ഫുൾ ടൈം പണിയായിരിക്കും എന്ന് പറഞ്ഞ് കളിയാക്കലാണ് അപ്പുവിന്റെ ഇപ്പോഴത്തെ മെയിൻ ജോലി. എന്റെ അജു, നിന്റെ ഭാര്യയുടെ ചോർച്ചി എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. എന്റെ ഭാര്യ ആകുന്നതിന് മുമ്പ് അവൾ നിന്റെ കസിൻ ആയിരുന്നു എന്ന് ഓർക്കുന്നത് നല്ലതാണ്. നിങ്ങളല്ലേ നല്ല ഫ്രണ്ട്സ് ആണ് എന്നൊക്കെ പറഞ്ഞത്. അതൊക്കെയാണ്. എന്നാലും നമ്മളൊക്കെ പണിക്ക് പോകുമ്പോ അവൾക്ക് മാത്രം ഒരു പണിയും ഇല്ലല്ലോ. അവൾക്കതിന് MBAയുടെ ക്ലാസ് ഇപ്പൊ തുടങ്ങാനായില്ലേ. അങ്ങനെയൊന്നും ഉണ്ടല്ലേ. ഇനി എനിക്ക് സമാധാനമായി ഇരിക്കാം. അങ്ങനെ ദിവസങ്ങൾ വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് 4 ആളും കൂടി കുറച്ച് ബന്ധുവീടുകളിലൊക്കെ വിരുന്നിന് പോയി. ഫുഡ് ടെസ്റ്റ് ഒക്കെ നടത്തി വന്നു എന്നുള്ളത് മാത്രമാണ് ഇതിനിടയിൽ ഉണ്ടായ ഒരു പ്രധാന കാര്യം. അജു ഇടയ്ക്കൊക്കെ ഹോസ്പിറ്റൽ കാര്യത്തിനും ശിവയെ ഓഫീസിൽ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ പോകുന്നത് കൊണ്ട് ആകെപ്പെട്ടത് നച്ചുവും അപ്പുവാണ്. എവിടെയും പോകാൻ രണ്ടാൾക്കും ഇപ്പൊ മടിയായി. അജു ഉണ്ടാകുമ്പോ അവനെ വെറുപ്പിക്കലാണല്ലോ മെയിൻ എന്റർടൈൻമെന്റ്. അല്ല ചേച്ചി, എനിക്കൊരു ഡൗട്ട്. ഇവര് രണ്ടാളും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നത് കണ്ടതാണല്ലോ. എന്നിട്ട് ഇതുവരെ നമ്മൾ ഹണിമൂണിന് പോയില്ലല്ലോ. എനിക്ക് തോന്നുന്നു നീ വല്ല സ്വപ്നം കണ്ടതാകുമെന്നാ. ദേവേട്ട ഇന്ന് വരെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാനാണ് എന്തൊക്കെയോ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് കയ്യിൽ കിട്ടിയ ഫസ്റ്റ് നൈറ്റ് പോലും ഇല്ലാണ്ടായി. ഇപ്പൊ ദേവേട്ടന് ഇതിനെ കുറിച്ചൊന്നും ഓർമ്മയില്ലാത്തത് പോലെയാണ്. അപ്പൊ നിങ്ങളും ഞങ്ങളെപ്പോലെ ആണല്ലേ. ശോ, ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് ഒന്നും നടക്കാത്തതെന്ന്. ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ എന്റെ റിസൾട്ട് വരും. പിന്നെ MBA അഡ്മിഷനൊക്കെ എടുക്കണം, ക്ലാസ്സും തുടങ്ങും. എനിക്കും അങ്ങനെ തന്നെയല്ലേ. ഹോസ്പിറ്റൽ ഇനാഗുറേഷൻ കഴിഞ്ഞ ജോലിക്ക് പോയി തുടങ്ങണം. നമ്മൾ രണ്ടും ഇങ്ങനെ ഇന്ന് പോകലേ ഉണ്ടാകും എന്നാ തോന്നുന്നേ. അപ്പോ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഓൾഡാണ്, എന്നാലും വർക്കൗട്ട് ആവും എന്നാ തോന്നുന്നത്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. കുറെ സിനിമയിലും സ്റ്റോറിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പരീക്ഷിച്ച് വിജയിച്ചതുകൊണ്ട് നമുക്കൊരു ചാൻസ് ഉണ്ട്. എന്താ സംഭവം അത് പറ. പ്രലോഭനം എന്ന് വെച്ചാൽ ചേച്ചിക്ക് അറിയില്ലേ? ഞാൻ ഉദ്ദേശിച്ചത് തന്നെ ആണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അതാ. സെഡ്യൂസ് ആണോ? അത് തന്നെ. അതൊക്കെ എങ്ങനെയാ നമ്മൾ? പിന്നെ നാട്ടുകാരൊന്നും അല്ലല്ലോ, സ്വന്തം കെട്ടിയോനല്ലേ. അതും സ്വന്തം ബെഡ്റൂമിൽ. ആര് കാണാൻ? ഇതൊക്കെ നടക്കോ? കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ. നമ്മളായിട്ട് ഒന്നും ചെയ്തില്ലെന്ന് പിന്നെ തോന്നരുതല്ലോ. എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പോ പിന്നെ ഞാൻ ഇതിലാണല്ലോ ഡിഗ്രി ചെയ്തത്.
എന്റെ ചേച്ചി നമുക്ക് കുറച്ച് ഫിലിംസ് ഒക്കെ കണ്ടു നോക്കാം. 2 ദിവസം കൊണ്ട് ഒരുവിധം സിനിമയിലൊക്കെ എന്താണ് ഈ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നതെന്ന് രണ്ടാളും നോക്കി. എന്റെ ദൈവമേ, ഇതൊക്കെ എങ്ങനെ ഞാൻ ചെയ്യും? അതും സാരി ഉടുത്ത്. ഒരുവിധം മലയാളി പയ്യന്മാരെല്ലാം സാരി വീഴും. ശിവേട്ടന്റെ കാര്യത്തിൽ ഒരു ചാൻസ് ഉണ്ട്. എന്നാൽ അജുവേട്ടന്റെ കാര്യത്തിൽ അതും ഇല്ല. ബിക്കിനിയൊക്കെ ഇട്ട് ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടാകും, എന്നിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നല്ലേ എന്റെ അപ്പൂ, അതൊക്കെ നിന്റെ തോന്നലാണ്. ഞാൻ അവിടെയൊക്കെ ഷോർട്സും ക്രോപ്പ് ടോപ്പും ഇട്ട് എല്ലായിടത്തും പോകുന്നതല്ലേ. പക്ഷെ ദേവേട്ടന്റെ മുന്നിൽ ഒരിക്കൽ ഞാൻ ബാക്കിയൊന്നുമില്ല. എന്താണെന്ന് പറ ചേച്ചി. അങ്ങനെ ഇപ്പൊ നീ ഞങ്ങളുടെ കാര്യം കേട്ടിട്ട് പിന്നെ കളിയാക്കേണ്ട മോളെ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് മറ്റുള്ളവരോട് തോന്നുന്ന ഫീലിങ്സ് പോലെ അല്ല തോന്നുന്നത്. സോ നിനക്കും ചാൻസ് ഉണ്ട്. അജു എന്തായാലും ഒരു മലയാളിയാണല്ലോ. ഇന്ന് രാത്രി തന്നെ നമ്മളിത് പരീക്ഷിച്ചു നോക്കുന്നു. ഇതില്ലെങ്കിലും വിജയിച്ചാൽ മതിയായിരുന്നു എന്റെ കാമദേവാ. നാളെ കാണുമ്പോ റിസൾട്ട് എന്തായെന്ന് എന്നോട് പറയണം. അല്ലാതെ ഒരുമാതിരി വർത്താനം പറഞ്ഞ എന്റെ സ്വഭാവം മാറും ചേച്ചി. രണ്ടാളും എല്ലാം പറഞ്ഞ് റെഡിയാക്കി അപ്പു വീട്ടിലേക്ക് പോയി. ഇപ്പൊ എല്ലാവരും പോയി കഴിഞ്ഞാൽ അപ്പവും മുത്തശ്ശനും മുത്തശ്ശി തറവാട്ടിലേക്ക് വരും. പിന്നെ തിരിച്ചു പോകുന്ന വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഓൾഡ് ജനറേഷനൊക്കെ എന്തെങ്കിലും പഴംപുരാണം പറഞ്ഞിരിക്കും. അപ്പവും നച്ചു എങ്ങനെ ഭർത്താക്കന്മാരെ വളച്ച് ഫസ്റ്റ് നൈറ്റ് നടത്താം എന്നുള്ള പ്ലാനിങ്ങിലും. രണ്ടാളും കുറെ എന്തൊക്കെയോ പറഞ്ഞു നോക്കിയിട്ട് ശിവയെ അജു മൈൻഡ് ആക്കിയില്ല. അതാണിപ്പോ ലാസ്റ്റ് ഈ ഒരു ഐഡിയ പരീക്ഷിക്കാൻ തീരുമാനിച്ചത്. രാത്രി ശിവയൊക്കെ വന്നു. എല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കാൻ പോയി. നച്ച ശിവ അച്ഛനോട് ഓഫീസിലെ എന്തോ കാര്യം സംസാരിക്കാൻ പോയപ്പോ വേഗം റൂമിലേക്ക് വന്ന് ഒരു സാരി എടുത്ത് ബാത്റൂമിലേക്ക് കയറി. ഞാൻ ഇതിനെ എങ്ങനെ ഉടുക്കും? എന്റെ അപ്പോ, നിന്റെ വല്ലാത്തൊരു ഐഡിയ ആയിപ്പോയി. പിന്നെ എന്റെ ആവശ്യമാണല്ലോ. ബ്ലൗസ് ഒന്നും ഇടാതെ അവളുടെ ഒരു ക്രോപ്പ് ടോപ്പ് എടുത്തിട്ടു. 3/4 ഒരു പാന്റും അടിയിലിട്ടു. ഇനിയിപ്പോ അഴിഞ്ഞു വീണാൽ നാണം കെടില്ല. ഒരറ്റത്തുനിന്ന് ചുറ്റി തുടങ്ങിയ സാരി ലാസ്റ്റ് ആയപ്പോ അനങ്ങാൻ പോലും വയ്യാത്ത വിധം അവളെ മുറുക്കി കെട്ടിയ അവസ്ഥയായി. പിന്നെ വേഗം എല്ലാം അഴിച്ചു കളഞ്ഞു. ഫോൺ എടുത്ത് യൂട്യൂബിൽ സാരി എടുക്കുന്ന വീഡിയോ എടുത്ത് ബാത്റൂമിൽ മിററിന്റെ മുന്നിൽ ഓൺ ചെയ്ത് വെച്ചു. മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പായി എടുത്തു. ഏകദേശമൊക്കെ റെഡിയായി വന്നു. കൊള്ളാം, നോട്ട് ബാഡ്. വയറിന്റെ ഭാഗത്തൊക്കെ നല്ലോണം കാണുന്ന വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്തിനു നടന്നാ മതിയായിരുന്നു. ബാത്റൂം ഡോർ തുറന്ന് മെല്ലെ നോക്കി. ശിവ എന്തോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വന്നു. റൂമിൽ കയറി ഡോർ ക്ലോസ് ചെയ്ത് ലാപ്ടോപ്പ് ഓണാക്കിയിരുന്നു. കുറച്ച് സമയം കൂടി കഴിഞ്ഞ് നച്ചു സാധാരണ പോലെ പുറത്തേക്ക് ഇറങ്ങി വന്നു. കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് മെല്ലെ ചീർപ്പെടുത്ത് മുടി വാരി. മെല്ലെ ദേവേട്ടനെ ഒന്ന് നോക്കി. എവിടെന്ന് ഇങ്ങനൊരു മനുഷ്യജീവി റൂമിൽ ഉണ്ടെന്ന് പോലും ആൾ അറിഞ്ഞിട്ടില്ല. ഇനി എന്ത് ചെയ്യും? അപ്പോഴാണ് അവൾക്ക് മൂവിയെ കണ്ട ഒരു സീൻ ഓർമ്മ വന്നത്. മോയ്സ്ചറൈസിംഗ് ക്രീം എടുത്ത് കയ്യെ തേച്ചു. പിന്നെ സാരി മുട്ടോളം കയറ്റിവെച്ച് കട്ടിലേക്ക് കാൽ കയറ്റി വെച്ച് കാലിൽ പുരട്ടാൻ തുടങ്ങി. ദേവേട്ടനെ ജസ്റ്റ് ഒന്ന് നോക്കി. ഓഹ്, ഇതൊന്നും കൊണ്ട് ഒന്നും നടക്കാൻ പോണില്ല. കയ്യിലെടുത്ത ക്രീമിന്റെ ബോട്ടിൽ വെക്കാൻ കണ്ണാടിയുടെ മുന്നിലേക്ക് കൈ നീട്ടിയപ്പോഴാണ് ഞെട്ടിക്കുന്ന കാര്യം കണ്ടത്. ഇത്രയും നേരം തന്നെ നോക്കാതെ ലാപ്ടോപ്പിൽ മരിച്ചു കിടന്ന് പണിയെടുത്ത മനുഷ്യനോട് തന്നെ ഒരുമാതിരി നോക്കിയിരിക്കുന്നു. വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇങ്ങനെ അഭിനയിക്കാൻ കഴിവുള്ള നടനാണ് തന്റെ ദേവേട്ടെന്ന് ഇപ്പോഴാണല്ലോ ദൈവമേ ഞാൻ അറിഞ്ഞത്. താൻ തിരിഞ്ഞു നോക്കുമ്പോൾ ലാപ്ടോപ്പിനുള്ളിൽ കയറിയ പോലെ പണിയെടുക്കുന്നു. എന്നാൽ തന്റെ ശ്രദ്ധ മാറുമ്പോൾ നോക്കുന്നുണ്ട്. അപ്പൊ ഐഡിയ വർക്കൗട്ട് ആവുന്നുണ്ട് എന്ന് ഉറപ്പായി. കാണിച്ചു തരാൻ ഞാൻ. വെറുതെ ഒന്ന് ദേവേട്ടിന്റെ മുന്നിലൂടെ നടന്നു. സാരി താഴ്ന്നു വന്നതൊന്നും ആ സമയത്ത് കണ്ടില്ല. ജസ്റ്റ് ഒന്ന് ചവിട്ടിയതേ ഉള്ളൂ. തേ കിടക്കുന്നു ചട്ടിയും ഊട്ടിയൊക്കെ. ഉടുത്തിരുന്ന സാരി മൊത്തം അഴിഞ്ഞ് കയ്യിലേക്ക് വീണു. താനാണ് ദേവേട്ടന്റെ മടിയിലും. താങ്ക് ഗോഡ്, ദേവേട്ടൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമായന്. അപ്പോഴാണ് താൻ ഇപ്പോഴും ദേവേട്ടന്റെ മടിയിലാണെന്ന് ഓർത്തത്. പെട്ടെന്ന് ചാടി എണീക്കാൻ നോക്കി. എങ്കിലും കഴിഞ്ഞില്ല. വായിലൂടെ കൈയിട്ട് പിടിച്ചു വെച്ചിരിക്കുക. എങ്ങോട്ടാണ് ഓടാൻ നോക്കുന്നത്? എന്തായാലും മോൾ ഇത്രയും കഷ്ടപ്പെട്ട് സാരിയൊക്കെ കൊടുത്ത് എന്നെ വളയ്ക്കാൻ നോക്കിയതല്ലേ. നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ? വയലിലൂടെ വിരലുകൾ ചലിപ്പിച്ചുകൊണ്ടാണ് സംസാരം. എന്റെ കൺട്രോളൊക്കെ പോയി തുടങ്ങി. ഇനി നിന്ന് ഞാനായിട്ട് എന്തെങ്കിലും ചെയ്തു പോകും. മെല്ലെ വിരലുകളെ എന്റെ ചുണ്ടിലൊന്ന് അമർത്തി വിട്ടു. കൈകൾ ബലമായി അടർത്തി മാറ്റി ബാത്റൂമിലേക്ക് ഓടിക്കയറാനുള്ള എന്റെ ശ്രമം എന്നേക്കാൾ മുന്നേ വന്ന് ദേവേട്ടൻ തടഞ്ഞു. എന്നെ ചുമരിലേക്ക് ചേർത്ത് നിർത്തി. ഒരു ക്രോപ്പ് ടോപ്പ് 3/4 പാന്റും മാത്രമേ ഉള്ളൂ. കൈകൾ രണ്ടും ഒരു കൈ കൊണ്ട് മുകളിലേക്ക് ഉയർത്തി. ഇപ്പൊ ടോപ്പ് കയറി വയറൊക്കെ ഫുൾ കാണുന്ന അവസ്ഥയായി. ശിവയെ പോലും ഞെട്ടിച്ചുകൊണ്ട് നച്ചു അവന്റെ ചുണ്ടുകളെ അവളുടെ ചുണ്ടുകളായി പൊതിഞ്ഞു ചുംബിച്ചു. അവന്റെ കൈകൾ യാന്ത്രികമായി അവളുടെ 2 കൈകളുമായി കോർത്തു. അവളായി തുടങ്ങിയത് അവൻ ഏറ്റെടുത്തു. അവളൊരു ചാറ്റൽ മഴയായിരുന്നെങ്കിൽ അവനൊരു പെരുമഴയായിരുന്നു. രണ്ടാൾക്ക് ശ്വാസം കിട്ടാതെ ആയപ്പോൾ ശിവ ഒരു സെക്കൻഡ് പിന്മാറി വീണ്ടും ചുംബിക്കാൻ തുടങ്ങി. അവളുടെ ചുണ്ടുകളിൽ നിന്ന് പിന്മാറി കഴുത്തിൽ ശക്തമായി ഒന്ന് കടിച്ചു. അവിടെ നുണഞ്ഞു. നച്ചുവിന്റെ വായിൽ നിന്ന് അറിയാതെ ദേവേട്ട എന്നുള്ള ശബ്ദം പുറത്തേക്ക് വന്നു. നച്ചു, ഐ വാണ്ട് യു കംപ്ലീറ്റ്ലി. ഐ കാൻ കൺട്രോൾ എനിമോർ. ഐ എം ആൾവേസ് യുവേഴ്സ് ദേവേട്ട. മേക്ക് മീ കംപ്ലീറ്റ്. ശിവ നച്ചുവിന്റെ കഴുത്തിൽ മുഴുവനായി തന്റെ നാവുകള ചിത്രം വരച്ചു. അവിടുന്ന് മെല്ലെ താഴേക്ക് വന്നു. ഒരു കൈ കൊണ്ട് അവളുടെ മാറി ടോപ്പിന് മുകളിലൂടെ ശക്തമായി ഒന്ന് ഞെരിച്ചു. ഐ വാണ്ട് ടു സീ ദിസ് നച്ചു. മെല്ലെ അവളുടെ ടോപ്പ് തലയ്ക്ക് മുകളിലൂടെ അവൻ ഊരി മാറ്റി നിലത്തേക്കിട്ടു. ഇന്നർ മാത്രമായി അവന്റെ മുന്നിൽ നിൽക്കുന്നത് ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത നാണം തോന്നി.
ചുമലിലേക്ക് മുഖം ചേർത്ത് തിരിഞ്ഞു നിന്നു. അതോടെ ശിവ ഇന്നന്റെ കൊളുത്തുകൂടി തന്റെ പല്ലുകളെ അടർത്തി മാറ്റി. അവൾ അങ്ങനെ തന്നെ നിന്നു. അവൻ തന്റെ ടീഷർട്ടും അഴിച്ച് നിലത്തേക്കിട്ടു. തന്റെ ചുണ്ടും നാവും ഉപയോഗിച്ച് ശിവ അവളുടെ പിൻകഴുത്ത് പുറവുമെല്ലാം താലോലിച്ചുകൊണ്ടിരുന്നു. ഇനിയും സഹിക്കാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോൾ നച്ചു തിരിഞ്ഞ് അവനെ ശക്തമായി പുണർന്നു. അവളുടെ നഗ്നമായ ശരീരം അവന്റെ നെഞ്ചിലമർന്നു. തങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി രണ്ടാൾക്കും തോന്നി. അവളെ മെല്ലെ ഇരു കൈകളെ കോരിയെടുത്ത് കട്ടിലേക്ക് കിടത്തി. മുഴുവനായി ഒന്ന് നോക്കി. തന്റെ ഉള്ളിൽ നിന്ന് രക്തം തിളയ്ക്കുന്നത് പോലെ ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു അവന്. പിന്നീട് രണ്ടുപേരും ചേർന്ന് തങ്ങളുടെ പ്രണയം പരസ്പരം പങ്കുവെക്കാനുള്ള മത്സരമായിരുന്നു. പരസ്പരം താലോലിച്ചും ചുംബിച്ചും വേദനിപ്പിച്ചും ഇതുവരെ അറിയാത്ത പലതും അറിഞ്ഞു. അതിനിടെ പരസ്പരം ദേഹത്തുണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റിയതോ അവ നേരത്തെ നിലത്തേക്കിട്ട വസ്ത്രങ്ങളുടെ കൂടെ ഇടം പിടിച്ചതോ ഒന്നും അറിഞ്ഞതേയില്ല. ഒരാൾ തളർന്നപ്പോൾ മറ്റേയാൾ ശക്തിയോടെ മുന്നേറിക്കൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും എന്തൊക്കെയോ പുതുമകൾ തേടുകയായിരുന്നു. സമയമോ കാലമോ അറിയാതെ അവളുടെ ഉയർച്ച താഴ്ചകളെ ശിവ തന്റെ കൈകളാലും ചുണ്ടുകളാലും ചിലപ്പോഴൊക്കെ പല്ലുകളാലും വളർന്നു. അവളാണെങ്കിൽ അവന്റെ ശരീരത്തിൽ തന്റേതായ കുഞ്ഞു കുഞ്ഞു അടയാളങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരുന്നു. അവസാനം യുദ്ധം ജയിച്ച ജേതാവിനെ പോലെ പൂർണ്ണ സംതൃപ്തിയോടെ ശിവ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് ചുംബിച്ചു. എനിക്കറിയാം നിനക്ക് വേദനിച്ച് കാണുമെന്ന്. നമ്മൾ ഒന്നിച്ച് പരസ്പരം എൻജോയ് ചെയ്ത കാര്യമാണ് ദേവേട്ട. സോ എന്നോടൊന്നും പറയണ്ട.